Hello dear students. നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് OS ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ തേർഡ് മോഡ്യൂളിലുള്ള ഫസ്റ്റ് സെഷൻ നമുക്കറിയാം പ്രോസസ് സിങ്ക്രണൈസേഷൻ ആണ്. സെക്കൻഡ് സെഷൻ ഡെഡ്ലോക്ക് ആണ്. സോ ഫസ്റ്റ് സെഷനിൽ പീറ്റർസൺ സൊല്യൂഷൻ ആണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിങ്ക്രണൈസേഷൻ ഹാർഡ്വെയർ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് സെഷൻ പ്രോസസ് സിങ്ക്രണൈസേഷൻ, സെക്കൻഡ് സെഷൻ ഡെഡ്ലോക്ക് അല്ലെ പീറ്റർസൺ സൊല്യൂഷൻ ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇൻ ദിസ് വീഡിയോ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദ സിങ്ക്രണൈസേഷൻ ഹാർഡ്വെയർ. ഓക്കെ, സിങ്ക്രണൈസേഷൻ ഹാർഡ്വെയർ നമുക്കറിയാം. നമ്മൾ പീറ്റർസൺ സൊല്യൂഷൻ അതൊരു സോഫ്റ്റ്വെയർ ബേസ്ഡ് സൊല്യൂഷൻ ആണല്ലേ ടു ദ ക്രിട്ടിക്കൽ സെഷൻ പ്രോബ്ലം. Synchronization hardware, as the name indicates, it's a hardware-based solution to the synchronization problem, which are based on the premise of locking. That's very important point there. Locking ആണ്. Locking എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് synchronization hardware വർക്ക് ചെയ്യുന്നത്. ഓക്കെ, that is protecting the critical session regions through the use of locks. So നമുക്ക് ആ ഒരു പേരിൽ തന്നെ മനസ്സിലാകും എന്തായിരിക്കും. ജസ്റ്റ് ഇത് ഓർക്കുക, ഒരു റൂം മീൻസ് ക്രിട്ടിക്കൽ സെഷൻ. എനിക്ക് ആ റൂമിൽ കയറണമെങ്കിൽ ഐ നീഡ് ദ ലോക്ക്. ആദ്യം എന്ത് ചെയ്യും, ആ ലോക്ക് ഫ്രീ ആണോ അല്ലേ നോക്കും. എനിക്ക് ആ ലോക്ക് ഫ്രീ ആണെങ്കിൽ ഐ വിൽ എൻക്വയർ അബൌട്ട് ദ ലോക്ക്. ഇഫ് ദ ലോക്ക് ഇസ് ഫ്രീ ഐ ക്യാൻ അക്യൂർ ദ ലോക്ക്, റൈറ്റ്. എനിക്ക് ലോക്ക് അക്യൂർ ചെയ്യുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ആ ലോക്ക് വെച്ചിട്ട് ഐ വിൽ എൻ്റർ ഇൻ ടു ദ ക്രിട്ടിക്കൽ സെഷൻ. അല്ലെങ്കിൽ ഞാൻ ലോക്ക് വെച്ചിട്ട് എൻ്റെ റൂമിൽ കയറും. അതേപോലെ ലോക്ക് വെച്ചിട്ട് ഐ ക്യാൻ എൻ്റർ ദ ക്രിട്ടിക്കൽ സെഷൻ. ഞാൻ ക്രിട്ടിക്കൽ സെഷനിൽ എൻ്റർ ചെയ്യുമ്പോഴത്തേക്കും no other one process is executed in its critical session, no other process are allowed to enter the critical session until that lock is free. അപ്പോൾ ആ ഒരു പ്രോസസ്സ് ഒരു ലോക്കിനെ അക്വയർ ചെയ്ത് വെക്കും. ആ ക്രിട്ടിക്കൽ സെക്ഷനിൽ നിന്നും എക്സിറ്റ് ചെയ്യുമ്പോൾ മാത്രമേ ആ ലോക്കിനെ റിലീസ് ചെയ്യത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ അവിടെ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ബിഫോർ എൻറ്ററിങ് ഇൻ ടു ക്രിട്ടിക്കൽ സെഷൻ the process must acquire the lock. ഓക്കെ, അപ്പം ക്രിട്ടിക്കൽ സെഷനിൽ ഒരു പ്രോസസ്സ് ലോക്ക് അക്വയർ ചെയ്ത് കഴിഞ്ഞാൽ ആ ലോക്ക് അവിടെ ഫ്രീ അല്ല, റൈറ്റ്. സോ വേറൊരു പ്രോസസ്സിന് ആ ലോക്കിനെ ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. വൺസ് ആഫ്റ്റർ എക്സിക്യൂട്ടിംഗ് ക്രിട്ടിക്കൽ സെഷൻ എന്ത് ചെയ്യും, ദ പ്രോസസ് വിൽ റിലീസ് ദ ലോക്ക്. അപ്പോൾ അത് ഏത് സെഷനിലായിരിക്കും, എക്സിറ്റ് സെഷനിലായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു കൺസെപ്റ്റ് വഴിയാണ് നമ്മൾ through the synchronization hardware, it's a hardware based solution to the synchronization problem based on the premise of locks. Okay, so the critical session problem, it could be solved simply in a single processor environment if it could prevent interrupts from occurring while a shared variable was being modified. A shared variable modify ചെയ്യുമ്പോഴത്തേക്കും ഒരു സിംഗിൾ പ്രോസസ്സർ എൻവയോൺമെൻറ്റ് സിസ്റ്റത്തിലാണെങ്കിൽ നമുക്ക് ഇൻട്രപ്റ്റിനെ പ്രിവെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു ഷെയർഡ് വേരിയബിളിനെ മോഡിഫൈ ചെയ്യുമ്പോൾ ഇൻട്രപ്റ്റ് പ്രിവെൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ക്രിട്ടിക്കൽ സെഷൻ അങ്ങനെ സോൾവ് ചെയ്യാം ഇൻ എ സിംഗിൾ പ്രോസസ്സർ സിസ്റ്റം. ബട്ട് ഇൻ ദ കേസ് ഓഫ്, കാരണം എന്താണ്, അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ആ കറണ്ട് സീക്വൻസ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് എന്ത് ചെയ്യാൻ പറ്റും, പ്രീഎംപ്ഷൻ ഇല്ലാതെ തന്നെ ആ കറക്റ്റ് ഓർഡറിൽ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം വേറൊരു ഇൻസ്ട്രക്ഷൻസും, കാരണം സിംഗിൾ പ്രോസസ്സർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്തിട്ടല്ലേ അടുത്ത പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്യത്തുള്ളൂ. ഓക്കെ, ഒരു പ്രോസസ്സറല്ലേ ഉള്ളൂ സിംഗിൾ പ്രോസസ്സർ സിസ്റ്റം എന്ന് പറയുമ്പോഴത്തേക്കും. സോ അതുകൊണ്ട് അൺഎക്സ്പെക്റ്റഡ് മോഡിഫിക്കേഷൻസ് ഒന്നും ഷെയർഡ് വേരിയബിളിന് വരത്തില്ല. ബട്ട് ദിസ് സൊല്യൂഷൻ ഇസ് നോട്ട് അറ്റ് ഓൾ ഫീസിബിൾ ഇൻ എ മൾട്ടി പ്രോസസ്സർ എൻവയോൺമെൻറ്റ്. ഒരു മൾട്ടി പ്രോസസ്സർ എൻവയോൺമെൻറ്റ് കേസിൽ ഈ ഒരു സൊല്യൂഷൻ ഫീസിബിൾ അല്ല. ഓക്കെ, സോ ദാറ്റ് ഈസ് ഡിസേബിളിംഗ് ഇൻട്രപ്റ്റ്സ് ആണ്. നമുക്ക് സിംഗിൾ പ്രോസസ്സർ സിസ്റ്റത്തിൽ നമുക്ക് ഇൻട്രപ്റ്റ്സിനെ ഡിസേബിൾ ചെയ്യാം. ബട്ട് ഇൻ മൾട്ടി പ്രോസസ്സർ സിസ്റ്റത്തിൽ നമുക്ക് ഇൻട്രപ്റ്റ്സിനെ ഡിസേബിൾ ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇറ്റ് ക്യാൻ ബി ടൈം കൺസ്യൂമിങ്. കാരണം നമുക്ക് മെസ്സേജസ് ഇറ്റ് മസ്റ്റ് ബി പാസ്ഡ് ടു ഓൾ ദ പ്രോസസ്സസ്. ഓക്കെ, സോ അതുകൊണ്ട് നമുക്ക് ഇൻട്രപ്റ്റ്സിനെ ഡിസേബിൾ ചെയ്യാനായിട്ട് ഇൻ മൾട്ടി പ്രോസസ്സർ എൻവയോൺമെൻറ്റിൽ കുറച്ച് ഡിഫിക്കൽട്ടാണ്. ഓക്കെ, സോ so that is a message passing, it delays the entry into the critical session. ഒരു critical സെഷനിലുള്ള എൻട്രി ഈ മെസ്സേജ് പാസിംഗ്, കാരണം മെസ്സേജ് പാസിംഗ് is required, right? Message passing is required. Message is required to pass to all the processes. So, നമുക്ക് delay വരും.
ആ ഡിലേ കാരണം നമുക്ക് മൾട്ടി പ്രോസസ്സർ സിസ്റ്റത്തിൽ ഡിസേബിൾ ഇൻട്രപ്റ്റ്സ് നമുക്ക് യൂസ് ചെയ്യാൻ ഒരു സൊല്യൂഷൻ അല്ല. സോ നമ്മുടെ മോഡേൺ കമ്പ്യൂട്ടർ സിസ്റ്റമൊക്കെ ഒരു ഹാർഡ്വെയർ, സ്പെഷ്യൽ ഹാർഡ്വെയർ ഇൻസ്ട്രക്ഷൻസ് പ്രൊവൈഡ് ചെയ്യും ദാറ്റ് അലോസ് either to test and modify the content of a word or to swap the contents of the two words atomically. That is one uninterruptible unit. Okay, അപ്പോൾ നമുക്ക് ഈ ഒരു സൊല്യൂഷൻ ഇൻട്രപ്റ്റ്സിനെ ഡിസേബിൾ ചെയ്യാനായിട്ട് മൾട്ടി പ്രോസസ്സർ എൻവയോൺമെൻറ്റിൽ പറ്റത്തില്ല. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ മോസ്റ്റ് മോഡേൺ കമ്പ്യൂട്ടർ സിസ്റ്റം വേറൊരു മെത്തേഡ്, ഒരു സ്പെഷ്യൽ ഹാർഡ്വെയർ ഇൻസ്ട്രക്ഷൻസ് കൊണ്ടുവന്നു എന്തിനു വേണ്ടി? ടു സോൾവ് ദ ക്രിട്ടിക്കൽ സെഷൻ പ്രോബ്ലം. എങ്ങനെയാണ്? അതിന് വേണ്ടിയിട്ട് സിങ്ക്രണൈസേഷൻ ഹാർഡ്വെയർ അൽഗോരിതംസ്, ദാറ്റ് ഈസ് ടെസ്റ്റ് ആൻഡ് സെറ്റ് ലോക്ക് ആൻഡ് സ്വാപ്പ്, കമ്പയർ ആൻഡ് സ്വാപ്പ്. അപ്പോൾ ഈ രണ്ട് ഇൻസ്ട്രക്ഷൻസ് ആണ്, സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻസ് ആണ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? പ്രൊവൈഡ് സൊല്യൂഷൻസ് ടു ക്രിട്ടിക്കൽ സെഷൻ പ്രോബ്ലം ഇൻ ദ കേസ് ഓഫ് സിങ്ക്രണൈസേഷൻ ഹാർഡ്വെയർ. ഓക്കെ, അപ്പം ആ രണ്ട് മെത്തേഡ്സ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ ഇസ് ടെസ്റ്റ് ആൻഡ് സെറ്റ്. അതാണ് ഞാനിവിടെ പറഞ്ഞത്, ടെസ്റ്റ് ആൻഡ് മോഡിഫൈ. ഓക്കെ, ദെൻ സെക്കൻഡ് വൺ ഇസ് കമ്പയർ ആൻഡ് സ്വാപ്പ്. ഓക്കെ, സെക്കൻഡ് വൺ ഇസ് കമ്പയർ ആൻഡ് സ്വാപ്പ്. സോ അതാണ് ഞാനിവിടെ പറഞ്ഞത്, സ്വാപ്പ് ദ കണ്ടൻറ്റ്സ് ഓഫ് ദ ടു വേർഡ്സ്. ഓക്കെ, ഈ രണ്ട് ഹാർഡ്വെയർ ഇൻസ്ട്രക്ഷൻസ് ആണ് ഉള്ളത്. നമുക്ക് നോക്കാം ആദ്യം ടെസ്റ്റ് ആൻഡ് സെറ്റ് ലോക്ക്. ടെസ്റ്റ് ആൻഡ് സെറ്റ് ലോക്ക് എന്ന് പറയുമ്പോഴത്തേക്കും there is a shared lock variable which can take either of two values. അപ്പം ഈ ഒരു ടെസ്റ്റ് ആൻഡ് സെറ്റ് ലോക്ക് ആ ഇൻസ്ട്രക്ഷനിൽ ഒരു ഷെയർഡ് വേരിയബിൾ യൂസ് ചെയ്യുന്നുണ്ട്, ദാറ്റ് ഇസ് ലോക്ക്. ആ വേരിയബിളിന് ഇറ്റ് ക്യാൻ ടേക്ക് ഐദർ ഓഫ് ടു വാല്യൂസ്, only 0 അല്ലെങ്കിൽ 1. The 0 indicates that it is unlocked, that is the lock is free. The processors that wish to enter the critical section can acquire the lock. Second one is the values 1 means locked down, that is lock is not free. Already it is accessible by another, it is accessed by another process and executing in its critical session. Okay, so before entering the critical session ഒരു പ്രോസസ്സ് എന്ത് ചെയ്യണം? ലോക്കിനെ കുറിച്ച് എൻക്വയറി ചെയ്യണം. That is to test whether the lock is free or not. If it is locked ആണെങ്കിൽ shared lock variable is equal to 1. If it is locked, it keeps on waiting till it becomes free. Locked അല്ല എന്നുണ്ടെങ്കിൽ shared variable എന്താവും? 0 ആവും. And it takes 0 means it's free. That means it takes the lock and set the lock and executes a critical session. Okay, അതാണ്. If the lock is free, it acquires the lock and set the lock. Set the lock means ലോക്കിൻ്റെ വാല്യൂ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അൺലോക്ക്ഡ് അല്ലേ? അതിനെ സെറ്റ് ചെയ്യും. അത് മീൻസ് ലോക്കിൻ്റെ വാല്യൂ എന്താക്കി മാറ്റും? ഇപ്പോൾ ഫ്രീ ആകുമ്പോഴത്തേക്കും ലോക്കിൻ്റെ വാല്യൂ 0 ആയിരിക്കും. സോ ദ പ്രോസസ് വിൽ അക്വയർ ദ ലോക്ക്, റൈറ്റ്? എന്നിട്ട് എന്ത് ചെയ്യും? ഈ ലോക്കിനെ സെറ്റ് ചെയ്യും. 0 എന്നുള്ള എന്താക്കി മാറ്റും? 1 ആക്കി മാറ്റും. 1 ആക്കി മാറ്റിക്കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് ദ ലോക്ക് ഈസ് നോട്ട് ഫ്രീ. സം പ്രോസസ് ഈസ് എക്സിക്യൂട്ടിങ് ഇൻ ക്രിട്ടിക്കൽ സെഷൻ. ഓക്കെ, അതാണ് പറയുന്നത്. ഇറ്റ് ടേക്സ് ദ ലോക്ക് ആൻഡ് സെറ്റ് ദ ലോക്ക് ആൻഡ് എക്സിക്യൂട്ട്സ് എ ക്രിട്ടിക്കൽ സെഷൻ. Okay, that is a process must acquire the lock before entering critical session and it release the lock when it exits the critical session. അതിൻ്റെ ജനറൽ സ്ട്രക്ചർ ആണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. ഡു അക്വയർ ലോക്ക് എവിടെയാണ്? നമുക്ക് ലോക്ക് അക്വയർ ചെയ്യാൻ മാത്രമേ നമുക്ക് ക്രിട്ടിക്കൽ സെഷനിലോട്ട് എൻ്റർ ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലേ? സോ എൻട്രി സെഷനിലാണ് അക്വയർ ലോക്ക് വരുന്നത്. വൺസ് ഇറ്റ് ഗെറ്റ്സ് എ ലോക്ക് എന്ന് പറയുമ്പോഴത്തേക്കും 0, ലോക്കിൻ്റെ വാല്യൂ 0 ആകുമ്പോഴത്തേക്കും ഇറ്റ് അക്വയർ ദ ലോക്ക്, റൈറ്റ്? ക്രിട്ടിക്കൽ സെഷനിൽ കയറുമ്പോഴത്തേക്കും എന്ത് പറ്റും? ലോക്കിൻ്റെ വാല്യൂ എന്താക്കി വെക്കും? 1 ആക്കി സെറ്റ് ചെയ്യും. ഓക്കെ, എന്നിട്ട് ക്രിട്ടിക്കൽ സെക്ഷനിൽ എക്സിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇറ്റ് വിൽ റിലീസ് ദ ലോക്ക് മീൻസ് എക്സിറ്റ് സെഷൻ. അപ്പോൾ ലോക്ക് റിലീസ് ചെയ്യുമ്പോൾ നോർമലി ലോക്ക് റിലീസ് ചെയ്യാന്ന് വെച്ചാൽ ദ ലോക്ക് ഈസ് നൗ ഫ്രീ ആൻഡ് ക്യാൻ ബി ആക്സസ്ഡ് ബൈ അതർ പ്രോസസ് ഹു വിഷ് ടു എൻ്റർ ദ ക്രിട്ടിക്കൽ സെഷൻ. സോ ലോക്കിൻ്റെ വാല്യൂ അപ്പോൾ എന്താക്കി വെക്കും? 0 ആക്കി വെക്കും. That means the lock is free, unlocked എന്നുള്ള രീതിയിൽ. ഓക്കെ, ദെൻ റിമൈൻഡർ സെഷൻ. അപ്പോൾ ഇതാണ് ജനറൽ സ്ട്രക്ചർ. ഈ സ്ട്രക്ചർ ഒന്ന് അറിഞ്ഞിരിക്കാം. നെക്സ്റ്റ് നമുക്ക് ഈ ഒരു ജനറൽ സ്ട്രക്ചർ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം?
ഈ ടെസ്റ്റ് ആൻഡ് സെറ്റ് ഇൻസ്ട്രക്ഷൻ ഒന്ന് എക്സിക്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് ടെസ്റ്റ് ആൻഡ് സെറ്റ് ഇൻസ്ട്രക്ഷൻ. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാം ഡെഫിനിഷൻ ഓഫ് സെറ്റ് ആൻഡ് സെറ്റ് ഇൻസ്ട്രക്ഷനും ടെസ്റ്റ് ആൻഡ് സെറ്റ് ഇൻസ്ട്രക്ഷനും മ്യൂച്വൽ എക്സ്ക്ലൂഷൻ ഇംപ്ലിമെൻറ്റേഷൻ വിത്ത് ടെസ്റ്റ് ആൻഡ് സെറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇവിടെ ഷെയർഡ് വേരിയബിൾ ആയ ലോക്ക് ആദ്യം ഇനിഷ്യലൈസ്ഡ് ടു ഫോൾസ്. ആദ്യം ലോക്ക് എന്താക്കി സെറ്റ് ചെയ്ത് വെക്കും? ഫോൾസ് ആക്കി സെറ്റ് ചെയ്ത് വെക്കും. അപ്പം ഞാൻ നേരത്തെ പീറ്റർസൺസ് സൊല്യൂഷനിൽ പറഞ്ഞതുപോലെ തന്നെ ഇവിടെയും കോഡുണ്ട്. ഈ കോഡ് നല്ലപോലെ ബൈഹാർട്ട് ചെയ്യുക. ഓക്കെ, അപ്പം ഈ ഇതിൽ ആദ്യം ലോക്ക് ഫോൾസ് ആക്കി സെറ്റ് ചെയ്ത് വെക്കും. സോ ആദ്യം ഡു വാട്ട് ഇസ് എൻട്രി സെഷനിലുള്ള ഇതല്ലേ? എൻട്രി സെഷനിൽ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? എൻട്രി സെഷനിൽ എന്തിനാണ്? അക്വയർ ലോക്ക് അല്ലേ? സോ വൈൽ ടെസ്റ്റ് ആൻഡ് സെറ്റ് ആൻഡ് പ്രസൻറ്റ് ഓഫ് ലോക്ക് അങ്ങനെയാണെങ്കിൽ വിൽ എൻ്റർ ദ ക്രിട്ടിക്കൽ സെഷൻ. ലീവ് ചെയ്യുമ്പോഴത്തേക്കും ലോക്കിൻ്റെ വാല്യൂ എന്താക്കി വെക്കും? ഫോൾസ് ആക്കി വെക്കും. മീൻസ് അത് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം ലോക്കിൻ്റെ വാല്യൂ 0 ആക്കി വെക്കും. ഓക്കെ, ഇതിൽ ഇവിടെ ടെസ്റ്റ് ആൻഡ് സെറ്റ് ലോക്ക് അതിൻ്റെ ഡെഫിനിഷനാണ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഡെഫിനിഷൻ, ദ ഡെഫിനിഷൻ ഓഫ് ടെസ്റ്റ് ആൻഡ് സെറ്റ് ഇൻസ്ട്രക്ഷൻ. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ലോക്കിൻ്റെ വാല്യൂ ഞാൻ ആദ്യമേ പറഞ്ഞു ഇനിഷ്യലൈസ് ടു ഫോൾസ്. ലോക്കിൻ്റെ വാല്യൂ ഇനിഷ്യലൈസ് ടു ഫോൾസ്. അപ്പോൾ എന്താണ് ഇവിടെ ഫോൾസ് ആയിരിക്കും പാസ് ചെയ്ത് വിടുന്നത് അല്ലേ? പാസ് ചെയ്ത് വിടുമ്പോഴത്തേക്കും ടെസ്റ്റ് ആൻഡ് സെറ്റ് ബൂളിയം ടാർജറ്റ്. വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് ടാർജറ്റ് ഹിയർ? ഫോൾസ്, റൈറ്റ്? അപ്പം ബൂളിയൻ ആർ വി ഇസ് ഈക്വൽ ടു നമ്മളിവിടെ പാസ് ചെയ്യുന്നത് ഒരു അഡ്രസ്സാണ് അല്ലേ? അഡ്രസ്സാണ്. സോ അത് റിസീവ് ചെയ്യാൻ ഒരു പോയിൻ്റർ വേരിയബിൾ വേണം. ഓക്കെ, റിസീവ് ചെയ്യാനായിട്ട് ഒരു പോയിൻ്റർ വേരിയബിൾ വേണം. അതാണ് ഇവിടെ സ്റ്റാർ ടാർജറ്റ് എന്ന് കൊടുത്തിരിക്കുന്നത്. സോ ബൂളിയൻ ആർ വി ഇസ് ഈക്വൽ ടു സ്റ്റാർ ടാർജറ്റ്. ഇപ്പം ടാർജറ്റിൻ്റെ വാല്യൂ എന്താണ്? യെസ്, ഫോൾസ് ആണ്. സോ ടാർജറ്റിൻ്റെ വാല്യൂ ഫോൾസ് മീൻസ് 0. ഓക്കെ, ഫോൾസ് മീൻസ് 0, 1 മീൻസ് ട്രൂ. അപ്പോൾ ആർ വിയുടെ വാല്യൂ 0. എന്നിട്ട് എന്ത് ചെയ്യും? ആർ വിയുടെ വാല്യൂ ഇപ്പോൾ കറൻ്റ്ലി 0 ആണ്. എന്നിട്ട് ടാർജറ്റ് എന്താക്കി വെക്കും? ട്രൂ ആക്കി വെക്കും. ഇപ്പം ആർ വിയുടെ വാല്യൂ എന്താണ്? ഫോൾസ് ആണ്. എന്നിട്ട് ടാർജറ്റ് എന്താക്കി മാറ്റും? ട്രൂ ആക്കി വെക്കും. ഓക്കെ, പക്ഷെ എന്താണ് ഇവിടെ റിട്ടേൺ ചെയ്യുന്നത്? ആർ വി ആണ് റിട്ടേൺ ചെയ്യുന്നത്. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ആർ വി? 0. 0 മീൻസ് വാട്ട്? കറൻ്റ്ലി അൺലോക്ക്ഡ്. ലോക്ക് ഇസ് ഫ്രീ അല്ലേ? അപ്പോൾ 0 ഇവിടെ പാസ് ചെയ്ത് വിടുമ്പോഴത്തേക്കും 0 ആയതുകൊണ്ട് എന്ത് പറ്റും? വിൽ എൻ്റർ ദ ക്രിട്ടിക്കൽസ്. 0 ആകുമ്പോഴത്തേക്കും വൈൽ ഓഫ് 0 മീൻസ് ഫോൾസ് ആകുമ്പോഴത്തേക്കും കണ്ടീഷൻ റോങ് ആയതുകൊണ്ട് വിൽ എൻ്റർ ദ ക്രിട്ടിക്കൽ സെഷൻ അല്ലേ? കണ്ടീഷൻ റോങ് ആയതുകൊണ്ട് ഈ ലൂപ്പിൽ നിൽക്കത്തില്ല, വിൽ എൻ്റർ ദ ക്രിട്ടിക്കൽ സെഷൻ. ഇപ്പോൾ ഇഫ് ദ കണ്ടീഷൻ ഇസ് ട്രൂ ആണെങ്കിൽ ആ ലൂപ്പിൽ തന്നെ നിൽക്കും. ഇപ്പോൾ ഈ കണ്ടീഷൻ ഇവിടെ ഫോൾസ് ആയതുകൊണ്ട് വിൽ എൻ്റർ ദ ക്രിട്ടിക്കൽ സെഷൻ, റൈറ്റ്? ക്രിട്ടിക്കൽ സെഷനിൽ എൻ്റർ ചെയ്യും. എന്നിട്ട് ലോക്കിൻ്റെ വാല്യൂ എന്താക്കി വെക്കും? ഫോൾസ് ആക്കി വെക്കും. ദാറ്റ് ഈസ് ലോക്കിൻ്റെ വാല്യൂ എന്താക്കി വെക്കും? 0 ആക്കി വെക്കും. ലോക്കിൻ്റെ വാല്യൂ 0 ആക്കി വെക്കും. ഹിയർ മനസ്സിലാക്കുക. ഇപ്പോൾ ലോക്കിൻ്റെ വാല്യൂ 0 ആയി. 0 ആകുമ്പോഴത്തേക്ക് വീണ്ടും ഇവിടെ ഫോൾസ് ആണ് സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ വീണ്ടും ഫോൾസ് ആണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഫോൾസ് സെറ്റ് ചെയ്യുമ്പോഴത്തേക്കും ആ ഫോൾസ് അവിടെ പാസ് ചെയ്ത് വിടുമ്പോഴത്തേക്കും ടാർജറ്റിൻ്റെ വാല്യൂ കറൻ്റ്ലി ഇപ്പോൾ എന്താണ്? ടാർജറ്റിൻ്റെ വാല്യൂ കറൻ്റ്ലി ഇപ്പോൾ ഫോൾസ് ആണ്, റൈറ്റ്? ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞതുപോലെ ഇപ്പോൾ ഒരു പ്രോസസ് P1 ആണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. P1ൻ്റെ എക്സിക്യൂഷൻ നമ്മൾ പറഞ്ഞു. അപ്പം കാരണം ലോക്കിൻ്റെ വാല്യൂ ഇനിഷ്യലി ഫോൾസ് ആയിരുന്നു. അങ്ങനെ നമ്മൾ ഇനിഷ്യലി ഫോൾസ് ആയിരുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ആർ വി ഇവിടെ ഷെയർഡ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ലോക്ക് എന്ന ഷെയർഡ് വേരിയബിൾ പറഞ്ഞു. ഇവിടെ നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ടാർജറ്റാണ് നമ്മുടെ ഷെയർഡ് വേരിയബിൾ. അപ്പം നമ്മൾ ആ ലോക്ക് 0 എന്ന് പാസ് ചെയ്യുമ്പോഴത്തേക്കും വിൽ റിട്ടേൺ ദ വാല്യൂ ഓഫ് ആർ വി. ആർ വിയുടെ വാല്യൂ എന്താണ്? ടാർജറ്റ് എന്ന് പറഞ്ഞ വേരിയബിൾ ഞാൻ സ്റ്റോർ ചെയ്യുന്ന ആർ വി എന്ന് പറഞ്ഞ വേരിയബിളിൻ്റെ അകത്ത്, ബൂളിയൻ വേരിയബിളിൻ്റെ അകത്താണ്. സോ അത് റിട്ടേൺ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് റിട്ടേൺ ചെയ്യുമ്പോഴത്തേക്ക് എന്ത് വാല്യൂ വരും? യെസ്, ഫോൾസ് 0 വരും. നമുക്കറിയാം വൈൽ ഓഫ് ഫോൾസ് എന്ന് പറയുമ്പോൾ കണ്ടീഷൻ ഇസ് റോങ്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ആ ലൂപ്പിൽ നിന്ന് ലെഫ്റ്റായി ആ ലൂപ്പിൽ നിന്ന് ലെഫ്റ്റായി ക്രിട്ടിക്കൽ സെഷനിലോട്ട് എൻ്റർ ചെയ്യും. ഓക്കെ, ക്രിട്ടിക്കൽ സെഷനിലോട്ട് എൻ്റർ ചെയ്യും.
ക്രിട്ടിക്കൽ സെഷനിൽ എൻ്റർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ സപ്പോസ് ഈ ഒരു പ്രോസസ് ക്രിട്ടിക്കൽ സെഷനിൽ എൻ്റർ ചെയ്തുകൊണ്ടിരിക്കുമ്പം സപ്പോസ് എനദർ പ്രോസസ് ഇറ്റ് വിഷസ് ടു എൻ്റർ ദി ക്രിട്ടിക്കൽ സെഷൻ എൻ്റർ ചെയ്യുമ്പോഴത്തേക്കും സെയിം കോഡ് തന്നെയാണ് നിങ്ങൾ ഓർക്കുക, സെയിം കോഡ് തന്നെയാണ്. അപ്പോൾ പ്രോസസ്സ് ക്രിട്ടിക്കൽ സെഷൻ P1 എന്ന പ്രോസസ്സ് ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സപ്പോസ് P2 എന്ന പ്രോസസ്സ് നമ്മൾ എൻ്റർ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ കറൻറ്റ്ലി ചെക്ക് ദ ലോക്ക്, വാല്യൂ ഓഫ് ലോക്ക്, റൈറ്റ്? അപ്പം വാല്യൂ ഓഫ് ലോക്ക് ഇപ്പം എത്രയാണ്? കാരണം ലോക്കിൻ്റെ വാല്യൂ സ്റ്റിൽ ഇപ്പം എന്താണ് 1 ആണ് അല്ലേ? ലോക്കിൻ്റെ വാല്യൂ കാരണം ഒരു പ്രോസസ്സ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് സെറ്റ് ദ ടാർഗറ്റ് വാല്യൂ ടു ട്രൂ. മീൻസ് ഞാനിപ്പം ക്രിട്ടിക്കൽ സെക്ഷനിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ലോക്ക് അക്യൂർ ചെയ്തിട്ടുണ്ടെന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട് ടാർഗറ്റിൻ്റെ വാല്യൂ അല്ലെങ്കിൽ ആ ഷെയർഡ് വേരിയബിളിൻ്റെ വാല്യൂ ഇവിടെ ട്രൂ ആക്കി സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വേറൊരു പ്രോസസ്സ് ഇപ്പോൾ കയറാൻ ശ്രമിച്ചാലും അയാൾക്ക് കയറാൻ പറ്റുമോ? ഇല്ല, കാരണം ലോക്ക് ഇസ് നോട്ട് ഫ്രീ. കാരണം ലോക്കിൻ്റെ വാല്യൂ ഒരു പ്രോസസ്സ് അക്യൂർ ചെയ്തതിന് ശേഷം ലോക്കിൻ്റെ വാല്യൂ ട്രൂ എന്ന് സെറ്റ് ചെയ്ത് വെച്ചു. ഇപ്പോൾ എപ്പോൾ ഈ ഒരു ലോക്ക് ഫ്രീ ആവും? ആഫ്റ്റർ ദ എക്സിക്യൂഷൻ ഓഫ് ദ ക്രിട്ടിക്കൽ സെഷൻ ബൈ ദാറ്റ് പെർട്ടിക്കുലർ പ്രോസസ് ഹു അക്യൂർഡ് ദ ലോക്ക് അല്ലേ? ലോക്ക് അക്യൂർ ചെയ്ത പ്രോസസ് ക്രിട്ടിക്കൽ സെക്ഷനിൽ നിന്ന് ലീവ് ചെയ്യുമ്പോഴത്തേക്കും ഇറ്റ് സെറ്റ് ദ ലോക്ക് ടു ഫോൾസ്, 0 ആക്കി വെക്കും. 0 ആക്കി വെച്ചാലേ another process will get chance to enter the critical session. സോ ഇതാണ് ഈ ഒരു കോഡാണ്. ഈ കോഡ് വർക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അറ്റ് എ ടൈം ഒരു പ്രോസസ്സിന് മാത്രമേ ആക്സസ് ചെയ്യാനായിട്ട് പറ്റുന്നുള്ളൂ അല്ലേ? അപ്പം ഈ ഒരു ഹാർഡ്വെയർ സിങ്ക്രണൈസേഷൻ ചോദിക്കുമ്പോഴത്തേക്കും ഈ ഹാർഡ്വെയർ ഇൻസ്ട്രക്ഷൻ സെറ്റ് ആൻഡ് ടെസ്റ്റും ആൻഡ് കമ്പാരൻസ് മാപ്പും എഴുതണം. സോ അതിനാൽ നമുക്ക് ഈ ഒരു ബേസിക് ഈ ഒരു കോഡ് എന്താണ് മ്യൂച്വൽ ഇംപ്ലിമെൻറ്റേഷൻ ടെസ്റ്റും സെറ്റ് വെച്ച് എങ്ങനെയാണ് ചെയ്യുന്നത്, അതിൻ്റെ ദെൻ ടെസ്റ്റ് ആൻഡ് സെറ്റിൻ്റെ ഡെഫിനിഷൻ. അപ്പോൾ ഈ കോഡൊന്ന് നല്ലപോലെ ബൈ ഹാർട്ട് ചെയ്യുക. ഓക്കെ ഓക്കെ ഇനി നമ്മൾ പറയാണ് വെദർ ദിസ് ഹാർഡ്വെയർ ബേസ്ഡ് സൊല്യൂഷൻ ഇസ് ദ ബെസ്റ്റ് അപ്രോച്ച് ഓർ നോട്ട് ആസ് കമ്പയർഡ് ടു പീറ്റേഴ്സൺ സോഫ്റ്റ്വെയർ അപ്രോച്ച് സച്ച് ആസ് പീറ്റേഴ്സൺ സൊല്യൂഷൻ. സോ നമുക്കറിയാം നമ്മുടെ the condition that must satisfy the critical section problem, we have 3 conditions or 3 requirements, right? Mutual exclusion, progress and bounded waiting. അപ്പം ഇതിൽ നമുക്കറിയാം ഷെയർഡ് വേരിയബിൾ ഇനിഷ്യലൈസ്ഡ് ടു ഫോൾസ് ആണ് അല്ലേ? ഷെയർഡ് വേരിയബിൾ ആയ ലോക്ക് വിച്ച് ഇസ് ഇനിഷ്യലൈസ്ഡ് ടു ഫോൾസ് ആണ്. ഇറ്റ് ഓൾവേസ് റിട്ടേൺസ് വാട്ട് എവർ വാല്യൂ സെൻഡ് ടു ആൻഡ് സെറ്റ്സ് ഇസ് ലോക്ക് ടു ട്രൂ. അപ്പോൾ നമ്മൾ അത് ഫോൾസ് ആൻഡ് റിട്ടേൺ ചെയ്യുന്നത് എന്നിട്ട് എന്ത് ചെയ്യും? ഇറ്റ് വിൽ സെറ്റ് ദ ലോക്ക് ടു ട്രൂ അല്ലേ? ഇപ്പോൾ ഒരു പ്രോസസ്സ് അക്വയർ ചെയ്ത് കഴിഞ്ഞാൽ ലോക്കിനെ എന്താക്കി മാറ്റും? 1 ആക്കി മാറ്റും. ദാറ്റ് ഇസ് ഇറ്റ് ഈസ് യൂസിങ് ദ ക്രിട്ടിക്കൽ, ഇറ്റ് ഈസ് കറൻ്റ്ലി എക്സിക്യൂട്ടിങ് ദ ക്രിട്ടിക്കൽ സെഷൻ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ആ ലോക്ക് അക്വയർ ചെയ്ത് കഴിഞ്ഞാൽ വേറൊരു പ്രോസസ്സിനും ആ ലോക്കിനെ ആക്സസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. സോ അവിടെ മ്യൂച്വൽ എക്സ്ക്ലൂഷൻ പ്രിസർവ് ചെയ്യുന്നുണ്ട്. ഓക്കെ അല്ലേ? That is, the first process will enter the critical session at once as test and log will return false and it will break out of the while loop. The other process cannot enter now as lock is set to true. കാരണം ഒരു പ്രോസസ്സ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ലോക്കിൻ്റെ വാല്യൂ 1 ആക്കി വെക്കും. സോ ദ while loop continues to be true. സോ നമുക്ക് പറയാം അറ്റ് എ ടൈം one process is only executing in critical session. No other process can enter the critical session. So mutual exclusion is preserved. And second one is progress. Progress is also ensured. That is, once the first process gets out of the critical session, lock is changed to false. കാരണം ലോക്ക് ഒരു പ്രോസസ്സ് ക്രിട്ടിക്കൽ സെഷനിൽ ലീവ് ചെയ്ത് കഴിഞ്ഞാൽ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ലോക്ക് ഓട്ടോമാറ്റിക്കലി എക്സിറ്റ് സെഷനിൽ നമ്മൾ എന്ത് കൊടുക്കുന്നു? ഫോൾസ് ആക്കി സെറ്റ് ചെയ്യുന്നുണ്ട്. സോ അത് പ്രോസസ്സിന് ഒരു ചാൻസ് കിട്ടുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് പ്രോഗ്രസ് ഇസ് ഓൾസോ എൻഷുർഡ്. ബട്ട് ദ ബൗണ്ടഡ് വെയിറ്റിംഗ് ഇസ് നോട്ട് എൻഷുർഡ്. Bounded waiting means what? Starvation problem വരാം
കാരണം ഒരു പ്രോസസ്സ് തന്നെ ക്രിട്ടിക്കൽ സെഷൻ ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുവാണ്. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള പ്രോസസ്സിന് വിൽ നെവർ ഗെറ്റ് ദ ചാൻസ്. കാരണം ആ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ലോക്ക് എന്താണ് 1 ആക്കി സെറ്റ് ചെയ്യണം. എക്സിക്യൂഷൻ മീൻസ് ആ ക്രിട്ടിക്കൽ സെഷനിൽ ലീവ് ചെയ്താൽ മാത്രമേ ലോക്ക് എന്താക്കി മാറ്റത്തുള്ളൂ, ആ പ്രോസസ്സ് ഫോൾസ് ആക്കി മാറ്റത്തുള്ളൂ. എന്നാൽ മാത്രമേ വേറെ പ്രോസസ്സിന് ചാൻസ് കിട്ടത്തുള്ളൂ. പക്ഷെ ഇവിടെ വരുന്ന പ്രശ്നം എന്ന് പറയുന്നത് ആദ്യത്തെ പ്രോസസ്സ്, ഒരു പ്രോസസ്സിന് ചാൻസ് കിട്ടി, ദാറ്റ് പ്രോസസ് മേ ഗോ ഇൻ. അപ്പം അങ്ങനെ ഇവിടെ ഒരു ക്യൂ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. കാരണം ഇപ്പോൾ സപ്പോസ് ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ P1 ഉള്ള പ്രോസസ്സ് ഫസ്റ്റ് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ക്രിട്ടിക്കൽ സെഷനിൽ. ഇപ്പോൾ P2 ഒരു പ്രോസസ്സ് വിഷസ് ടു എൻ്റർ ദ ക്രിട്ടിക്കൽ സെഷൻ, ബട്ട് ദ ലോക്ക് എന്ത് ചെയ്തു, P1 ലോക്ക് എന്താക്കി സെറ്റ് ചെയ്ത് വെച്ചു, 1 ആക്കി സെറ്റ് ചെയ്ത് വെച്ചു. അപ്പോൾ P1 എൻ്റർ ചെയ്യാൻ പറ്റുമോ? ഇല്ല, ക്രിട്ടിക്കൽ സെഷനിൽ എൻ്റർ ചെയ്യാൻ പറ്റത്തില്ല. ബട്ട് ഫോർ ദ ടൈം ബീൻ P2 ഒരു പ്രിയംഷൻ വന്നു, ആ സിസ്റ്റത്തിൽ നിന്ന് പ്രിയംപ്റ്റ് ചെയ്ത് പോയെന്ന് വിചാരിക്കുക. അങ്ങനെയാണ് സപ്പോസ് വേറൊരു പ്രോസസ്സ് P3 വന്നു. ഈ ടൈമിൽ P1 ക്രിട്ടിക്കൽ സെഷൻ എക്സിക്യൂട്ട് ചെയ്തിട്ട് ലോക്കിൻ്റെ വാല്യൂ എന്താക്കി വെച്ചു, 0 ആക്കി വെച്ചു. അപ്പോൾ ഇപ്പോൾ P2 എന്ന പ്രോസസ്സ് കറൻ്റ്ലി ഇപ്പോൾ സിസ്റ്റത്തിലില്ല. P3 എന്ത് ചെയ്യും? P3 ഓൾസോ വിഷസ് ടു എൻ്റർ ദ ക്രിട്ടിക്കൽ സെഷൻ. അപ്പം P3 നോക്കുമ്പോഴത്തേക്ക് ലോക്കിൻ്റെ വാല്യൂ 0 ആണ്. അപ്പോൾ എന്ത് ചെയ്യും? P3 ആക്സസ് ചെയ്യും. അപ്പോൾ വീണ്ടും P2ന് വെയിറ്റ് ചെയ്യേണ്ടി വരുന്നു. സോ ഇങ്ങനെ ഒരു അൺലക്കി പ്രോസസ്സ് മേ ബി ഇങ്ങനെ ചാൻസസ് വരാം. കാരണം ലോക്കിൻ്റെ വാല്യൂ അവിടെ 1 ആക്കി വെച്ച് കഴിഞ്ഞാൽ വേറൊരു പ്രോസസ്സിന് ചാൻസ് കിട്ടത്തില്ല. ഇവിടെ P1ഉം P3യും ചാൻസ് കിട്ടി, പക്ഷേ P2ന് പറഞ്ഞ പ്രിയംഷൻ വന്നതുകൊണ്ട് ലീവ് ചെയ്തേണ്ടി വന്നു. അങ്ങനെ വരുമ്പോഴത്തേക്കും ആ P2 എന്ന പ്രോസസ്സ് എന്താണ്, വിൽ അണ്ടർഗോ സ്റ്റാർവേഷൻ. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ വരുന്ന കണ്ടീഷൻസ് മേ ബി ഒക്കർ ചെയ്യാം. ഇങ്ങനത്തെ ഒരു അൺലക്കി പ്രോസസ്സൊക്കെ വരാം. സോ അത് നമുക്ക് പറയാം ബൗണ്ടഡ് വെയിറ്റിംഗ് ഈസ് നോട്ട് എൻഷുർഡ്. ഓക്കെ, കാരണം അവിടെ ഒരു ക്യൂ, ആദ്യം ആര് വന്നു എന്നൊരു ക്യൂ അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. അതുകൊണ്ട് ഏതൊരു പ്രോസസ്സ്, പുതിയ വരുന്ന പ്രോസസ്സ് ഇപ്പോൾ ലോക്ക് ഫോൾസ് ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, വിൽ എൻ്റർ ദ ക്രിട്ടിക്കൽ സെഷൻ. അല്ല ഞാനാണ് ആദ്യം വന്ന പ്രോസസ്സ് എന്ന് ആർക്കും അങ്ങനെ പറയാനായിട്ടൊരു ക്യൂ ഒന്നും അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. സോ നമുക്ക് പറയാം ബൗണ്ടഡ് വെയിറ്റിംഗ് ഈസ് നോട്ട് എൻഷുർഡ്. ഓക്കെ, സോ ഇതാണ് ടെസ്റ്റ് ആൻഡ് സെറ്റ് ഹാർഡ്വെയർ ഇൻസ്ട്രക്ഷൻസ്. ഓക്കെ, ഹാർഡ്വെയർ ഇൻസ്ട്രക്ഷൻ ടു സോൾവ് ദ ക്രിട്ടിക്കൽ സെഷൻ പ്രോബ്ലം. ഓക്കെ, അപ്പോൾ ഇതിൽ മനസ്സിലാക്കേണ്ട ഇത്രയും കാര്യമാണ്. ഹാർഡ്വെയർ ബേസ്ഡ് സൊല്യൂഷനാണ്, ദെൻ ഷെയർഡ് വേരിയബിൾ ലോക്കാണ്, ദെൻ അറിഞ്ഞിരിക്കേണ്ടത് എന്താണ്, ബിഫോർ എൻറ്ററിങ് ദ ലോക്കിൻ്റെ വാല്യൂ 0 ആകുമ്പോൾ അൺലോക്ക്ഡ് ആയിരിക്കും, ലോക്കിൻ്റെ വാല്യൂ 1 ആകുമ്പോൾ ലോക്ക്ഡ് ആയിരിക്കും. ക്രിട്ടിക്കൽ സെഷനിൽ കയറുന്ന മുന്നേ ലോക്കിൻ്റെ വേരിയബിൾ അല്ല ലോക്കിനെ അക്വയർ ചെയ്യണം. ഓക്കെ, അക്വയർ ചെയ്താൽ മാത്രമേ ക്രിട്ടിക്കൽ സെഷനിൽ എൻ്റർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ആഫ്റ്റർ എക്സിക്യൂട്ടിങ് ദ ക്രിട്ടിക്കൽ സെഷൻ ഈ ലോക്കിനെ റിലീസ് ചെയ്യണം. ഓക്കെ, ദെൻ ഈ കോഡും പഠിച്ചു വയ്ക്കുക. ഓക്കെ, ദെൻ പറയേണ്ടത് ഈ 3 കണ്ടീഷൻ, വെദർ ദ 3 കണ്ടീഷൻ വിൽ സാറ്റിസ്ഫൈ ഓർ നോട്ട്. ഓക്കെ, താങ്ക് യു. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കമ്പയർ ആൻഡ് സ്വാപ്പ് നോക്കാം.